സീസൺ 6 ഗ്രാൻഡ് ഫിനാലെ ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേര് എയറിൽ നിന്നൊന്ന് താഴോട്ട് ഇറങ്ങാനായിട്ട് നിന്നപ്പോഴാണ് ആണ്ടടാ വേറൊരാള് എയറിൽ. എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു ഇന്റർവ്യൂ എടുത്ത് കണ്ടു നോക്കി. മറ്റാരുടെയും അല്ല, അസി റോക്കിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ സീസണിൽ ആകെ കൂടെ 2 ആഴ്ചയെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും വളരെയധികം ഓളം ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അത് മോശം പറയരുതല്ലോ, നല്ല രീതിയിൽ ഓളം ഉണ്ടാക്കിയിട്ടാണ് പുള്ളി പോയത്. അതിന് കാരണം നാക്കുകൊണ്ട് അടിച്ചിടാനുള്ള പുള്ളിയുടെ ഒരു കഴിവ് അത് അസാധ്യമായിരുന്നു. അടിച്ചിരുത്തി കളയും. അതും സഹമത്സരാർത്ഥികളെ വായടപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരെയും കയ്യിലെടുക്കാൻ റോക്കിക്ക് സാധിച്ചു എന്നതായിരുന്നു പുള്ളിയുടെ ഗെയിമിന്റെ മികവ്. ആ രീതിയിൽ ഗെയിം കളിച്ച ഒരുപാട് പേരുള്ള സീസൺ ആയിരുന്നു ഇത് എന്നതാണ് കേട്ടോ മറ്റൊരു സത്യം. ഇപ്പൊ റോക്കിയുടെ കാര്യം പറയുന്നത് കൊണ്ട് ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. പുള്ളിയുടെ പേര് പോലെ തന്നെ ഒരു ലാർജർ ദാൻ ലൈഫ് ഇമേജ് ഒക്കെ പിടിച്ച് കലിപ്പത്തരമൊക്കെ കാണിച്ച് അവസാനം ഒരു പാവപ്പെട്ടവന്റെ കവാലക്കുറ്റി അടിച്ചു പൊട്ടിച്ച് പുറത്തായി. എന്നിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു അംഗം വെട്ടായിരുന്നു. 10 ലക്ഷം രൂപയ്ക്ക് കുപ്പി, പിന്നെ ലൈവിൽ വന്നിരുന്ന് കരച്ചില്, എന്നെ തിരിച്ചു കയറ്റി വിടും ബിഗ് ബോസ് എന്ന് പറഞ്ഞ കരച്ചില്. അങ്ങനെ ലൈം ലൈറ്റിൽ തന്നെ പുള്ളി ഉണ്ടായിരുന്നു. ലൈം ലൈറ്റിൽ തന്നെ നിൽക്കാനായിട്ടായിരിക്കണം ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ഇമാതിരി തോന്നിവാസമൊക്കെ വിളിച്ച് പറയുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം അസൂയക്കൊക്കെ ഒരു പരിധി ഇല്ലടേ. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് അസൂയ ആവാമോ? വേറൊരാളുടെ വിജയത്തില് അവരെ പുകഴ്ത്തിയില്ലെങ്കിൽ താഴ്ത്തി കെട്ടാതിരിക്കുക എന്നത് ഒരു മിനിമം ഒരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി റോക്കിക്കില്ല എന്ന് പുള്ളി തെളിയിച്ചു എന്ന് വേണം പറയാനായിട്ട്. നിങ്ങൾ ആ ഒരു ഇന്റർവ്യൂ എടുത്തൊന്ന് കാണണം കേട്ടോ. ബിഗ് ബോസിന്റെ വിജയകിരീടം പോയിട്ട് അവിടെ 50 ദിവസം തികയ്ക്കാൻ പോലും റോക്കിയെ കൊണ്ട് പറ്റിയിട്ടില്ല. എന്നിട്ടാണ് റോക്കിക്ക് ശേഷം ഷോ കൊണ്ടുപോയത്. ഇതൊക്കെ വലിയ ജാടയിൽ പുള്ളി ഇരുന്ന് പറയുന്നത്. റോക്കിക്ക് ശേഷം ഉണ്ടായിരുന്നു റോക്കി, ഈ പറഞ്ഞ ജിൻഡോയും ജാസ്മിനും ഗബ്രിയും, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ സിബിനും അഭിഷേകും ഒക്കെ ഉണ്ടായിരുന്നു. അത് ആദ്യത്തെ പോയിന്റ്. പിന്നെ പുള്ളി അടിച്ച മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ജാസ്മിൻ, അർജുൻ എന്നിവരായിരുന്നു ജിൻഡോയേക്കാൾ ഡിസേർവിംഗ് എന്നൊരു കാര്യം. ഇതിനുള്ള മറുപടി ഉണ്ടല്ലോ പുള്ളി തന്നെ ഇത് പറയുന്നതിന് മുമ്പ് പറയുന്നുണ്ട് ഒരു ഫാൻസ് മീറ്റില്. ഇപ്പൊ ജിൻഡോ തന്നെ പറയുന്നുണ്ട് റോക്കി ഇടിച്ചു, ആർക്ക് പോയി? റോക്കിക്ക് പോയി. വളരെ കാഷ്വൽ ആയിട്ടാണ് ജിൻഡോ ഇത് പറയുന്നതെന്ന് ഓർത്തോണം. റോക്കിയെ പോലെ തന്നെ ആയോധന കലയും കാര്യങ്ങളും എല്ലാം പരിശീലിച്ച ഒരാളാണ് ജിൻഡോ. എന്നിട്ട് പുള്ളി തന്നെ അത് പലതവണ അവിടെ പറഞ്ഞിട്ടുമുണ്ട്. അതൊന്നും പയറ്റി തെളിയിക്കേണ്ട സ്ഥലമല്ല ബിഗ് ബോസ്. ലാലേട്ടൻ പറയും ഇടിക്കടാ എന്ന്. ലാലേട്ടൻ അത് പറയുമ്പോൾ കേൾക്കാൻ ഒരു സിനിമ ഡയലോഗ് കേൾക്കുന്ന പോലെ നല്ല രസവുമാണ്. പക്ഷെ ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഗെയിം ഷോ ആണ്. അതിനകത്ത് ആരെങ്കിലും ഒന്ന് കയ്യേറ്റം ചെയ്താൽ പോലും പുറത്തേക്കുള്ള വാതിൽ തുറക്കപ്പെടും. അവിടെയാണ് സിജോയുടെ മുഖത്തിനിട്ട് റോക്കി ഒരു കിൻഡൽ ഇടി ഇടിച്ച് അയാളെ ആജീവനാന്തകാലം ഫുഡ് കഴിക്കാൻ പറ്റാത്ത പരുവത്തിലാക്കിയത്. അപ്പൊ തിരിച്ചിടിക്കാൻ പോയിട്ട് ലീഗലി നേരിടാൻ പോലും സിജോ പോയിട്ടില്ല. അതിന്റെ നെഗളിപ്പാണ് റോക്കി കാണിക്കുന്നത് എന്ന് തന്നെ ഞാൻ പറയും. അതേ ഞാൻ പറയത്തുള്ളൂ. അതിൽ എന്തെങ്കിലും അതിശോക്തിയോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നിങ്ങൾ പറയും. ഇപ്പൊ സിജോയുടെ സ്ഥാനത്ത് വേറെ ആരെ വേണേലും വെച്ചോ, റോക്കി അഴി എണ്ണിയനെ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അതൊക്കെ വേറെ കാര്യങ്ങളാണ്. ഇവിടുത്തെ മാറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റോക്കി സിജോയെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത അതേ സീസണിൽ തന്നെ, സീസൺ 6 തന്നെ മാർഷൽ ആർട്സ് പരിശീലിച്ച, ബോഡി ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം പരിശീലിച്ച ഒരു പേഴ്സണൽ ട്രെയിനർ ആയിട്ടുള്ള ഒരാള് വിജയിക്കുന്നു. അതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, റോക്കി അല്ല ജിൻഡോ. അയാൾ കളിച്ചത് ജയിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി എന്തൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമോ അതെല്ലാം ജിൻഡോ നിയന്ത്രിച്ചു എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. കൺട്രോൾഡ് ആയിട്ട് കളിച്ചു, അതുകൊണ്ട് വിജയിച്ച് കപ്പ് നേടി. റോക്കി മത്സരിച്ചതും ഈ പറഞ്ഞ കപ്പ് നേടാൻ വേണ്ടി തന്നെയല്ലേ. ഒരു നിമിഷത്തെ ദേഷ്യത്തിന് ഒരാളെ ഇടിച്ചിട്ട് പുറത്തായവന്മാർക്കൊക്കെ ഇത് മനസ്സിലാവണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. കാരണം അതാണ് എനിക്ക് പ്രേക്ഷകരോടും പറയാനുള്ളത്. ഡിറ്റർമിനേഷൻ, സെൽഫ് കൺട്രോൾ, അത് എന്നൊക്കെ പറയുന്നത് വളരെ വലിയ വാക്കുകളാണ്. ജിൻഡോ എങ്ങനെ വിജയിച്ചു എന്ന് ഈ കഴിഞ്ഞ 100 ദിവസവും ഈ ഷോ കണ്ട ആളുകൾക്ക് എന്നുവെച്ചാൽ വിലയിരുത്തിയ നമുക്കൊക്കെ അറിയാം. ലൈം ലൈറ്റ് പിടിച്ചു നിർത്താൻ വേണ്ടി പലരും പല രീതിയിലും പലതും പറഞ്ഞു എന്ന് വരും ഇനി വരും ദിവസങ്ങളിൽ. അതൊക്കെ കാണുക, കേൾക്കുക, പിന്നെ ചിരിക്കുക, വിട്ട് കളയുക. അതാണ് ഞാൻ എപ്പോഴും ഒരു സീസൺ അവസാനിക്കുമ്പോൾ ചെയ്യാറുള്ളത്. ഇപ്പൊ റോക്കി പറഞ്ഞത് കേട്ടപ്പോൾ വരെ ഈ പറഞ്ഞ പോലെ എനിക്ക് ചിരിയാണ് വന്നത്, അല്ലാതെ വേറെ ഒന്നും തോന്നിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ സത്യം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ.